അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം പോകുന്നത് അങ്ങ് കണ്ണൂരിലേക്കാണ്. കണ്ണൂരിലെ ഒരു മലയോര ഗ്രാമത്തിലെ കിടിലൻ ലൊക്കേഷന്റെ വിശേഷങ്ങൾ തേടിയുള്ള യാത്രയാണ്. ആദ്യം പശ്ചിമഘട്ട മലനിരകളുടെ അപൂർവ കാഴ്ചകൾ നമുക്ക് സമ്മാനിക്കുന്ന ഉദയഗിരിയിലെ ചാത്തമംഗലം തെരുവുമലയിൽ നിന്ന് സജോ ദേവസി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ആദ്യം. കണ്ണൂരിലെ റൈഡിംഗ് റിപ്പോർട്ടർ ഇന്ന് യാത്ര പോകുന്നത് ചാത്തമംഗലം തെരുവുമലയിലേക്കാണ്. ആ കാഴ്ചകളിലേക്ക്, യാത്രാനുഭവങ്ങളിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. നമ്മൾ പോകുന്ന വ്യൂ പോയിന്റുകൾ ഉദയഗിരി പഞ്ചായത്തിൻ്റെയും ചെറുപുഴ പഞ്ചായത്തിൻ്റെയും അതിർത്തി മേഖലകളിലാണ്. നമ്മളിപ്പോൾ വാഹനം നിർത്തിയ സ്ഥലത്ത് നിന്ന് ദുർഘടമായ പാതയാണ്, ഏതാണ്ട് 1 കിലോമീറ്ററോളം മുകളിലേക്ക്. അത് നടന്നു തന്നെ കയറണം, ശ്രമകരമായ ദൗത്യമാണ്. പക്ഷെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അനുഭവമാണ്. ആ കാഴ്ചകളും ദൃശ്യങ്ങളും ഒരുപാടുണ്ട്. പോകാം. നല്ല തണുത്ത കാറ്റ്, ചുറ്റും കാഴ്ച മറയ്ക്കുന്ന കോടമഞ്ഞ്, ഇടയ്ക്കിടയ്ക്ക് ചെറുചാറ്റൽ മഴ. ആഹാ, അന്തസ് എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ്. ഈ ചുറ്റും കാണുന്നത് തെരുവപ്പുല്ലാണ്, അതായത് പുൽത്തൈലത്തിനായി കൃഷി ചെയ്യുന്ന തെരുവപ്പുല്ലാണ്. ചുറ്റും കാർഷിക ഗ്രാമങ്ങളാണ്. എക്സ്പീരിയൻസ് ഒക്കെ ആണെങ്കിൽ ഇത് എളുപ്പമാണ്, ഈസി ട്രെക്കാണ്, അത്ര റിസ്കി ഒന്നുമല്ല, കാണാൻ കുറേ കാഴ്ചയുണ്ട്, പിന്നെ നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ആൾക്കാർ ഇവിടെ വന്ന് മേളിൽ ടെൻറ്റൊക്കെ ഇടാറുണ്ട്. അപ്പോൾ ഇതാണ് തെരുവുമലയുടെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. ചുറ്റും കാഴ്ചകളാണ്, താഴ്വാരത്തിൻ്റെ കാഴ്ചകൾ അതിമനോഹരമാണ്. ശരിക്കും ശ്രമകരമായൊരു ട്രെക്കിംഗ് ആണ് ഈ തെരുവുമലയുടെ മുകളിലേക്ക് എത്തുക എന്നത്. മുകളിലേക്ക് കയറിയാൽ 360 ഡിഗ്രി കാഴ്ചകളാണ്. ആ കാഴ്ചകളിലേക്കാണ് ഇനി നമ്മുടെ യാത്ര. നമ്മൾ ഈ ഭൂമിയിലെ സ്വർഗം എന്നൊക്കെ പറയില്ലേ, ഇതാ ഇവിടെയാണ്. അങ്ങനെ കടത്തി പറഞ്ഞാലും തെറ്റാവുകയില്ല. തെരുവുമലയുടെ ഏറ്റവും ടോപ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ 360 ഡിഗ്രി വ്യൂ ആണ് ഇവിടെ മുഴുവൻ. അതായത് എങ്ങോട്ട് നോക്കിയാലും കാഴ്ചകളാണ്. ഇങ്ങോട്ടേക്ക് കയറി വരുന്നതിന് വലിയ ശ്രമകരമായ ദൗത്യമാണ്. പക്ഷേ ഇവിടെ എത്തിയാൽ നമ്മൾ അനുഭവിച്ച ആ പ്രയാസമെല്ലാം പമ്പ കിടക്കും. ഇത് അങ്ങോട്ടൊക്കെ നോക്കിയാൽ കാഴ്ചകൾ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. തെരുവുമലയുടെ ഏറ്റവും ഉയരമുള്ള ഭാഗത്താണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ചുറ്റും കോടമഞ്ഞാണ്, ഒന്നും കാണാൻ കഴിയുകയില്ല. പക്ഷേ ഒരു ഭാഗത്ത് ആലക്കോട്, മറുഭാഗത്ത് ചെറുപുഴ, മറ്റൊരു സൈഡിൽ താബോർ എന്നിങ്ങനെയാണ്. ശരിക്കും ഇവിടെ നിൽക്കുമ്പോൾ ആകാശ ചെരുവോളം എത്തി നിൽക്കുന്നു എന്നൊരു തോന്നലാണ്. ചെറിയ കാറ്റ്, നനുത്ത ചാറ്റൽ മഴ, മനോഹരമായ കാഴ്ചകളും അനുഭവങ്ങളുമാണ്. നല്ല വ്യൂ ആണ്. നേരത്തെ വണ്ടി ഇവിടെ വരെ കയറി വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ താഴെ വരെ വാഹനം കൊണ്ട് വന്നിട്ട് ഇങ്ങോട്ട് നടന്ന് കയറി വരുന്നത്. റോഡൊക്കെ ശരിയാവുകയാണെങ്കിൽ നല്ല ആൾക്കാർ വരുന്ന ഏരിയ ആണ്.
പണ്ട് ഒരു റിസോർട്ടിൻ്റെ പണി ഉണ്ടായിരുന്നു. അന്നിപ്പോൾ റോഡ് കുറച്ചുകൂടി നന്നായിരുന്നു. ഇവിടെ ഒരു ബൈക്കെല്ലാം നമുക്ക് ഇരുന്ന് ടോപ്പിലെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പം അതെല്ലാം നിർത്തിപ്പോയോണ്ട് ഇതിപ്പം റോഡ് ഫുള്ള് മഴയത്തിനും ഫുള്ളും പോവുകയും ചെയ്തു. ഓഫ് റോഡ് ആണെങ്കിൽ ഒരു ഓഫ് റോഡ് അടിക്കാൻ നല്ലൊരു സ്ഥലമാണ്. ഹൃദയം തണുപ്പിക്കുന്ന കാഴ്ചകൾ, യാത്രാനുഭവം. എത്ര കണ്ടാലും മതിവരാത്ത പ്രകൃതി ഒരുക്കിയ അതുല്യ ക്യാൻവാസുകൾ അനുഭവിച്ചു തന്നെ അറിയണം. ഈ കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും കാണാം. മിഥുൻ ചാത്തോത്തിനൊപ്പം സജോ ദേവസ്യ, 24 കണ്ണൂർ.